ഇപ്പൊ ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തിയ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവിടെയുള്ള കുറച്ച് ഫിഷർമാൻസ് തടഞ്ഞു നിർത്തി. അവരെല്ലാവരും കുറച്ച് സീ മോൺസ്റ്റേഴ്സിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ഇവരാണ് ഫിഷ്മാൻ ഐലൻഡിലുള്ള ന്യൂ ഫിഷർമാൻ പൈററ്റ്സ്. ഇവരെന്തിനാണ് സ്ട്രോ ഹാറ്റ്സിനെ തടയുന്നതെന്ന് വെച്ചാൽ സ്ട്രോ ഹാറ്റ്സ് പണ്ട് ആർലോങ്ങിനെ തോൽപ്പിച്ചില്ലേ, അതുകൊണ്ട് ആർലോങ്ങിനെ തോൽപ്പിച്ചവര് ഈ ഫിഷർമാൻ ഐലൻഡിലേക്ക് വരണ്ട, പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്ട്രോ ഹാറ്റ്സിനെ തടയുന്നത്. ഇത് കേട്ട നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് വെള്ളത്തിൽ വെച്ച് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരിയ്ക്കുന്നത് വലിയ വലിയ സീ മോൺസ്റ്റേഴ്സിന്റെ പുറത്താണ്. പോരാത്തതിന് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് അവർക്ക് ഫൈറ്റ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഫിഷർമാൻ ഐലൻഡിലേക്ക് ഇടിച്ചു കയറി. പക്ഷേ ഈ സമയത്ത് അവരെല്ലാവരും സെപ്പറേറ്റ് ആയി പോകുന്നു. കാരണം ഫിഷർമാൻ ഐലൻഡിലേക്ക് ഇടിച്ചു കയറിയപ്പോ അവർ കുറച്ചുപേര് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി, ബാക്കി കുറച്ചുപേര് മറ്റു പല സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തിയ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് പരസ്പരം സെപ്പറേറ്റ് ആയി. ഇനി ഫിഷർമാൻ ഐലൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഐലൻഡ് കടലിന്റെ 10,000 അടി താഴെയാണുള്ളത്. അതായത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ അവിടേക്ക് വരണമെങ്കിൽ ബബിൾ കോട്ടൊക്കെ ചെയ്തു വരണം. സോ 10,000 അടി താഴെയുള്ള ഫിഷർമാൻ ഐലൻഡിൽ ജീവിക്കുന്നത് മെർമെയ്ഡുകളും ഫിഷർമാൻസും ആണ്. ഫിഷർമാൻ ഐലൻഡിന് ചുറ്റും ഒരു വലിയ ബബിൾ കോട്ട് ഉണ്ട്. അതായത് ഫിഷർമാൻ ഐലൻഡ് ഒരു വലിയ ബബിളിന്റെ അകത്താണ്. ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ ബബിളിന്റെ അകത്ത്. ഒരു ഐലൻഡ് എത്ര വലുപ്പമുണ്ടോ അത്രയും വലുപ്പമുള്ള ബബിള്. ഈ ബബിൾ ഉണ്ടായതുകൊണ്ട് കടലിന്റെ അകത്തുള്ളതുപോലെ ഇതിന്റെ അകത്ത് വെള്ളമില്ല. മനുഷ്യന്മാർക്ക് കരയിലൂടെ നടക്കുന്നത് പോലെ ഈ ഫിഷർമാൻ ഐലൻഡിലൂടെ നടക്കാൻ പറ്റും. കരയിലുള്ളതുപോലെ ഇതിന്റെ അകത്ത് മരമുണ്ട്, അവർക്ക് സഞ്ചരിക്കാനുള്ള പാതയുണ്ട്, മീനുകൾക്ക് സെപ്പറേറ്റ് പോകാനുള്ള വഴികളുണ്ട്, ഒരുപാട് ടൗണുകളുണ്ട്. കൂടാതെ ഇവിടെ കുറച്ച് മനുഷ്യന്മാരും ജീവിക്കുന്നുണ്ട്. ഫിഷർമാൻ ഐലൻഡിൽ ഫിഷർമാൻ മാത്രമല്ല, പകരം മെർമെയ്ഡ്, മെർമാൻ, ഫിഷ് വുമൺ, ഫിഷർമാൻ അങ്ങനെ 4 തരം ആൾക്കാരുണ്ട്. മനുഷ്യന്മാരെ പോലെ സാധാരണ നടക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഫിഷർമാനും ഫിഷർ വുമണും. കാലിന് പകരം വാലുള്ളവരെ മെർമെയ്ഡുകളും മെർമാനും. ഒരു മെർമെയ്ഡിനും ഒരു മെർമാനും ഉണ്ടാവുന്ന കുട്ടികൾ ചിലപ്പോൾ ഫിഷർമാൻ ആവാം, ഫിഷർ വുമൺ ആവാം, അതും അല്ലെങ്കിൽ മെർമാനോ മെർമെയ്ഡോ ആവാം. സോ ഇവിടെ മൊത്തം 4 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്ഥലമാണ് ഈ ഫിഷർമാൻ ഐലൻഡ്. നീന്തേണ്ടവർക്ക് നീന്താം, നടക്കേണ്ടവർക്ക് നടക്കാം. ഈ ഫിഷർമാൻ ഐലൻഡിന്റെ തൊട്ട് മുകളിൽ ഒരു ചെറിയ ബബിൾ കോട്ടും കൂടിയുണ്ട്. അവിടെയാണ് രാജാവ് താമസിക്കുന്ന കൊട്ടാരം ഉള്ളത്. ഇവിടുത്തെ രാജാവിന്റെ പേരാണ് കിങ് നെപ്റ്റ്യൂൺ. കിങ് നെപ്റ്റ്യൂൺ ഭരിക്കുന്ന ഈ രാജ്യത്തിനെ അല്ലെങ്കിൽ ഈ ഐലൻഡിനെ റിയൂഗു കിങ്ഡം എന്നും പറയും. കിങ് നെപ്റ്റ്യൂണിന് മൊത്തം 4 മക്കളുണ്ട്, 3 ആൺമക്കളും 1 മകളും. ഇതിലെ 3 ആൺമക്കളുടെ പേര് ഫുക്കബോഷി, റിയൂബോഷി, മാൻബോഷി. ഇവരുടെ 3 പേരുടെ അനിയത്തിയുടെ പേര് ഷിരാഹോഷി. ഈ ഷിരാഹോഷി ഒരു വലിയ ജയന്റിനെ പോലെയുള്ള മെർമെയ്ഡ് ആണ്, അതായത് ഒരു ജയന്റ് ആയിട്ടുള്ള മെർമെയ്ഡ് ആണ്. ഇനി ഈ ഫിഷ്മാൻ ഐലൻഡിൽ എപ്പോഴും വെളിച്ചമുണ്ടാവും. കടലിന്റെ 10,000 അടി താഴെയാണെങ്കിലും ഇവിടേക്ക് വെളിച്ചെത്തും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഐലൻഡിൽ ഒരു വലിയ മരത്തിന്റെ വേരുണ്ട്. ഈ മരം ഉള്ളത് മുകളിൽ കരയിലാണ്. അതിന്റെ വേര് ഈ ഫിഷർമാൻ ഐലൻഡ് വരെയുണ്ട്. ഇത്രയും വലിയ ജയന്റ് ആയിട്ടുള്ള മരത്തിന്റെ പേരാണ് സൺലൈറ്റ് ഏവ് ട്രീ. ഈ മരം ശരിക്കും ഉള്ളത് റെഡ് ലൈനിന്റെ മുകളിലാണ്. അത്രയും മുകളിലുള്ള ഈ മരം സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് അതിന്റെ വേര് വഴി ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തിക്കും. ഇങ്ങനെയാണ് ഫിഷർമാൻ ഐലൻഡിൽ വെളിച്ചം ഉണ്ടാകുന്നത്. സോ ആ ജയന്റ് ആയിട്ടുള്ള മരം കാരണം ഫിഷർമാൻ ഐലൻഡ് മുഴുവൻ വെളിച്ചം കിട്ടും. ഇത്രയാണ് ഫിഷർമാൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിഷർമാൻ ഐലൻഡിലേക്ക് തള്ളിക്കയറുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും സെപ്പറേറ്റ് ആയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫിഷർമാൻ ഐലൻഡിന് 2 ബബിൾ കോട്ടിംഗ് ഉണ്ട്. അതിൽ ആദ്യത്തെ ലെയർ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കടന്നു വന്നു. അതിൽ രണ്ടാമത്തെ ലെയർ കടക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ആയി. ഇങ്ങനെ സെപ്പറേറ്റ് ആയ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ ലൂഫി, സാഞ്ചി, ഊസോപ്പ്, ചോപ്പർ ഇവരെ 4 പേരെയും നമ്മൾ ഇതിനു മുമ്പ് കണ്ട കേമി രക്ഷപ്പെടുത്തി. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇത്ര പെട്ടെന്ന് വരുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കേമി അവരെ കൂട്ടാൻ വരാതിരുന്നത്. വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരുന്ന ഇവരെ 4 പേരെയും കേമി രക്ഷപ്പെടുത്തി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശേഷം കേമി അവരെല്ലാവരെയും കൂട്ടി അവൾ ജോലി ചെയ്യുന്ന മെർമെയ്ഡ് കഫേയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ സാഞ്ചിയുടെ മനസ്സ് നിറയുന്നത്. കാരണം അവിടെ ഒരുപാട് മെർമെയ്ഡ്സ് ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് മെർമെയ്ഡുകൾ. അവരെ കാണുന്ന സാഞ്ചി അവിടെ തരിച്ചുപോയി. ഇത്രയും നാളും ഒക്കാമകളുടെ കൂടെ ട്രെയിനിങ് ചെയ്ത സാഞ്ചിയുടെ മനസ്സ് നിറഞ്ഞു. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു, അവസാനം ഞാനത് കണ്ടു, ദ ഓൾ ബ്ലൂ എന്ന് പറഞ്ഞ് സാഞ്ചി സന്തോഷം കൊണ്ട് കരഞ്ഞു മെഴുകും. എന്നിട്ട് സാഞ്ചി ഇത്രയും നാളത്തെ അവന്റെ സങ്കടം മാറ്റാൻ വേണ്ടി അവരുടെ കൂടെ പോയി അടിച്ചു പൊളിക്കും. ലൂഫിക്ക് ജീംബയെ കാണാൻ വേണ്ടി കേമിയോട് ജീംബെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ബോസ് ജീംബെ ഈ ടൗണിലില്ല, അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് എന്ന് കേമി ലൂഫിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു വലിയ കപ്പൽ വരുന്നു. ആ കപ്പലിൽ രാജാവിന്റെ 3 മക്കളുണ്ട്, അതുപോലെ കുറെ ഭടന്മാരും. അവരെല്ലാവരും ഇവിടേക്ക് വന്നതിന്റെ കാരണം അവർക്ക് സ്ട്രോ ഹാറ്റ്സിനെ കാണണം. അവർ സ്ട്രോ ഹാറ്റ്സിനെ അന്വേഷിച്ചാണ് വന്നത്. കാരണം ഈ ഐലൻഡിലേക്ക് വരാൻ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിലൂടെ വരികയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് വന്നത് എങ്ങനെയാണ്? ആ ബബിളിന്റെ അകത്തേക്ക് തള്ളി കയറിയതാണ്. അവര് മെയിൻ ഗേറ്റിലൂടെ അല്ല വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്ലീഗൽ എൻട്രി ആണ്. ഇതുകൊണ്ടായിരിക്കണം അവർ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വന്നതെന്ന് വിചാരിച്ച് ആ മെർമെയ്ഡുകളൊക്കെ ചേർന്ന് അവരെ ഒളിപ്പിച്ചു നിർത്തി. ഇവിടെ സ്ട്രോ ഹാറ്റ്സ് ഒന്നുമില്ല, ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് 3 പ്രിൻസുകളും അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സാഞ്ചിക്ക് അവന്റെ ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവന്റെ മൂക്കിന്റെ അകത്ത് നിന്ന് ഒരുപാട് ചോര വരുന്നു. സാഞ്ചിക്ക് ഇങ്ങനെയാണ്, അവന്റെ ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപാട് ചോര വരും. സാഞ്ചിയുടെ മൂക്കിന്റെ അകത്ത് നിന്ന് ഒരുപാട് ചോര വരുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു പോകാൻ നിന്ന പ്രിൻസുകൾ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ കണ്ടു. ഇതേ സമയത്ത് നേരത്തെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ച ആ ന്യൂ ഫിഷർമാൻ പൈററ്റ്സും അവരെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. 2 ഭാഗത്തു നിന്നും സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി ആൾക്കാര്. ഒരുപാട് ചോര പോയ സാഞ്ചിയുടെ അവസ്ഥ ഇപ്പൊ ഗുരുതരമാണ്. സാഞ്ചിക്ക് എത്രയും പെട്ടെന്ന് ഒരുപാട് ചോര വേണം. അവന്റെ ബ്ലഡ് ടൈപ്പ് കുറച്ച് റെയർ ആണ്, അത് കിട്ടാൻ ഭയങ്കര പണിയാണ്. മനുഷ്യനും ഫിഷ്മാൻസിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഏകദേശം ഒരേ ചോരയാണ്. അതുകൊണ്ട് സാഞ്ചിയെ രക്ഷിക്കാൻ അവിടെയുള്ള ആരുടെയെങ്കിലും ചോര തരുമെന്ന് ചോദിച്ച് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് മുട്ടുകുത്തി. അവരൊരു പ്രശ്നത്തിനും വന്നതല്ല, ഞങ്ങൾ സാഞ്ചിയെ രക്ഷപ്പെടുത്തിയിട്ട് ഇവിടുന്ന് പോയിക്കോളാം, അവനെ രക്ഷിക്കാനുള്ള കുറച്ച് ചോര മാത്രം തന്നാ മതി എന്ന് പറഞ്ഞ്
പറഞ്ഞ് ലൂഫി അടക്കം എല്ലാവരും മുട്ടുകുത്തി. പക്ഷെ അവിടെയുള്ള ഒരു കുഞ്ഞു പോലും അവരെ സഹായിക്കുന്നില്ല. അവർക്കിനി സാഞ്ചിയുടേതുപോലെയുള്ള ബ്ലഡ് ഉണ്ടെങ്കിലും അവരാരും മനുഷ്യർക്ക് ബ്ലഡ് കൊടുക്കില്ല. കാരണം മനുഷ്യരും ഫിഷർമാൻസും തമ്മിൽ പണ്ട് മുതലേ പ്രശ്നത്തിലാണ്. അവർക്ക് ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല. മനുഷ്യർ ഫിഷർമാൻസിനെ ഒരു മോൺസ്റ്ററിനെ പോലെയാണ് ചിന്തിക്കുന്നത്. തിരിച്ച് ഫിഷർമാൻസും മനുഷ്യരെ ഒരു മോൺസ്റ്ററിനെ പോലെയാണ് കാണുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നമുണ്ട്. ഈ ഫിഷർമാൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഫിഷർ ടൈഗർ. അവർക്ക് വേണ്ടി ഒരുപാട് പൊരുതി അവരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് ഫിഷർ ടൈഗർ. പൈററ്റ് ആയിരുന്ന ഫിഷർ ടൈഗർ മനുഷ്യന്മാര് ബ്ലഡ് കൊടുക്കാത്തതുകൊണ്ടാണ് മരിച്ചുപോയത് എന്നൊരു വലിയ പ്രശ്നം അവർക്കിടയിലുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഫിഷർമാൻസിന് മനുഷ്യന്മാരെ ഇഷ്ടമില്ല, മനുഷ്യന്മാർക്ക് ഫിഷർമാൻസിനെ ഇഷ്ടമില്ല. ഇവിടെ ന്യൂ ഫിഷർമാൻ പൈററ്റ്സ് സാഞ്ചിക്ക് ബ്ലഡ് കൊടുക്കില്ല എന്ന് മാത്രമല്ല, അവർ ഇതിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറിയതിന് അവർക്കുള്ള ശിക്ഷ അവരുടെ ക്യാപ്റ്റൻ കൊടുക്കും എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്ത് പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ ലൂഫി ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്ത് അവരെല്ലാവരെയും അടിച്ചിട്ടു. ക്രൂവിനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ലൂഫി ആരുടെ മുന്നിലും മുട്ടുകുത്തും. കാരണം അവരെ ലൂഫിയുടെ ഫ്രണ്ട്സ് ആണ്. പകരം അവരെ ആരെങ്കിലും തൊടാൻ ശ്രമിച്ചാലോ ലൂഫി അവരെ അങ്ങ് കയറി മാന്തും. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തിരിച്ചും കിട്ടുള്ളൂ. എല്ലാവരെയും ലൂഫി അടിച്ച് താഴെ ഇടുന്ന സമയത്ത് കേമി പ്രിൻസസ്മാർ വന്ന ആ വലിയ കപ്പലെടുത്തു. അതുകൊണ്ട് അവിടെയുള്ള നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ആ വണ്ടിയിൽ കയറി പോവുകയാണ്. എന്നാൽ ഇതിന് ശേഷമാണ് എല്ലാവർക്കും തെറ്റ് പറ്റിയത്. കാരണം പ്രിൻസസ്മാർ ഇവിടേക്ക് വന്നത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകാനൊന്നുമല്ല. സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അറിയുന്ന ഒരു വലിയ പൈററ്റ് ക്രൂ ആണ്. അവർക്ക് ഇതിന്റെ അകത്തേക്ക് കയറി വരണമെങ്കിൽ പ്രത്യേകിച്ച് പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല. അവർ സ്ട്രോ ഹാറ്റ്സിനെ അന്വേഷിച്ച് വന്നതിന്റെ കാരണം ഫിഷ്മാൻ ഐലൻഡിലെ സീ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ട്രോ ഹാറ്റ്സിനെയും ലൂഫിയും കാണാൻ ജീംബെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാനാണ്. ഇത് പറയാനാണ് അവർ 3 പേരും സ്ട്രോ ഹാറ്റ്സിനെ അന്വേഷിച്ച് വന്നത്. ഇവരവരെ പിടിക്കാൻ വന്നാണെന്ന് തെറ്റിദ്ധരിച്ച് സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ട് അവർ സാഞ്ചിക്ക് വേണ്ട ബ്ലഡ് കണ്ടുപിടിച്ച് അവനെ രക്ഷപ്പെടുത്തി. അവൻ അവിടുന്ന് ബ്ലഡ് കൊടുത്തത് അവിടെയുള്ള ഏതെങ്കിലും സുന്ദരിമാരായിട്ടുള്ള മെർമെയ്ഡുകളാണെന്ന് വിചാരിച്ച് സാഞ്ചി അവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒക്കാമകളെ പോലെയുള്ള 2 പേരാണ് അവന് ബ്ലഡ് കൊടുത്തതെന്ന് അവൻ മനസ്സിലാക്കുന്നത്. ഇതറിഞ്ഞ് സാഞ്ചി തകർന്നുപോയി. നേരത്തെ ന്യൂ ഫിഷർമാൻസിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത സമയത്ത് അതിലെ ഒരു ഫിഷർമാൻ ലൂഫിയെ അറ്റാക്ക് ചെയ്ത് അവന്റെ കയ്യിൽ പോയിസൺ ആക്കി. ആ പോയിസൺ ഒരുപാട് ഡേഞ്ചറസ് ആണ്. പക്ഷേ ലൂഫിയുടെ ദേഹത്തായ പോയിസൺ അത് വർക്ക് ആവുന്നില്ല. കാരണം അവന്റെ ബോഡി തന്നെ ആ പോയിസനെ നശിപ്പിച്ചു. ഇമ്പൽ ടൗണിൽ വെച്ച് ഇതിനേക്കാളും വലിയൊരു പോയിസൺ അവന്റെ ദേഹത്തായിരുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അന്ന് ഇവാൻഗോ ലൂഫിക്ക് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ പോയിസൺ കൊണ്ട് അവനൊന്നും സംഭവിക്കാതെ. ഇവിടെ കേമയുടെ മെർമെയ്ഡ് ഫ്രണ്ട്സ് ആ സ്ഥലത്ത് വെച്ച് ഒരു കെട്ടിപ്പൂട്ടി വെച്ച ബാരൽ കണ്ടുപിടിച്ചു. ആ ബാരലിന്റെ അകത്താണ് സ്ട്രോ ഹാറ്റ്സ് നേരത്തെ കരിപോയി അടച്ചു വെച്ചത്. ടൈറ്റാക്കി അടച്ചു വെച്ച ബാരൽ കാണുമ്പോൾ അത് മറ്റെന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് അവിടെയുള്ള മെർമെയ്ഡുകൾ ചേർന്ന് അത് തുറന്നു. ഉടനെ അതിന്റെ അകത്തുണ്ടായിരുന്ന കരീബ് പുറത്തു വന്ന് അവന്റെ പവർ കൊണ്ട് 3 മെർമെയ്ഡുകളെ അബ്സോർബ് ചെയ്തെടുത്തു. പക്ഷെ ഇതിലൊന്നും അവൻ അടങ്ങുന്നില്ല. അവൻ ഇനിയും ഒരുപാട് മെർമെയ്ഡ്സിനെ വേണമെന്ന് പറഞ്ഞ് ആ ഐലൻഡ് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അവൻ എന്തിനാണ് മെർമെയ്ഡ്സിനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ മെർമെയ്ഡ്സിനെ പുറത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഒരുപാട് പൈസ കിട്ടുമല്ലോ. ഇതിനു വേണ്ടിയാണ് അവൻ മെർമെയ്ഡ്സിനെ പിടിക്കുന്നത്. ഇതിന്റെ ഇടയിൽ എങ്ങാനും അവനെ സ്ട്രോ ഹാറ്റ്സ് കണ്ട അവന്റെ അട്ടപ്പ് തെറിക്കും. 3 മെർമെയ്ഡ്സിനെ കാണാതായ കാര്യം അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞു. അപ്പോഴേക്കും അവർ തീരുമാനിച്ചു ആ 3 മെർമെയ്ഡ്സിനെ തട്ടിക്കൊണ്ടുപോയത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആണെന്ന്. ഇവിടെ നമ്മുടെ ലൂഫിയും ഊസോപ്പും ഇതൊന്നും അറിയാതെ കേമയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അവരങ്ങനെ മാഡം ഷേർലി എന്ന് പറയുന്ന ഒരു വലിയ മെർമെയ്ഡിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ മാഡം ഷേർലിക്ക് ഭാവി കാണാനുള്ള കഴിവുണ്ട്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് നേരത്തെ അറിയാൻ പറ്റും. മറൈൻ ഫോർട്ടിൽ നടന്ന സംഭവങ്ങളും വൈറ്റ് ബീഡ് മരിക്കാൻ പോകുന്നതും എല്ലാ കാര്യവും മാഡം ഷേർലി നേരത്തെ തന്നെ പ്രവചിച്ചു വെച്ചിരുന്നു. ലൂഫിയും ഊസോപ്പിനെയും കാണുന്ന മാഡം ഷേർലി കേമിയുടെ അടുത്ത ബാക്കിയുള്ള സ്ഥലവും അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ കേമി ലൂഫിയും ഊസോപ്പിനെയും മെർമെയ്ഡ് കഫേയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ നമ്മുടെ ബ്രൂക്കിനെ കണ്ടു. ബ്രൂക്ക് എത്തിയത് അവിടേക്കാണ്. അതുപോലെ കേമിയുടെ പെറ്റ് പപ്പാഗും അവിടെയുണ്ട്. പപ്പാഗ് ഇപ്പൊ ചെറിയ പപ്പാഗൊന്നുമല്ല. പുള്ളിക്കാരൻ ഈ സ്ഥലത്തെ വലിയൊരു ഫാഷൻ ഡിസൈനർ ആയിട്ട് മാറി. ഒരുപാട് പണം സമ്പാദിക്കുന്ന വലിയൊരു ഡിസൈനർ. ഇവരെന്നിട്ട് എല്ലാവരും പപ്പാഗിന്റെ ഷോപ്പിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് വെച്ച് പപ്പാഗ് ലൂഫിയുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. അവരവിടെ വാണ്ടർ ഡെക്കൻ എന്ന് പറയുന്ന ഒരാളുടെ വാണ്ടർ പോസ്റ്റർ കണ്ടു. ഇവരെല്ലാവരും നേരത്തെ ഫിഷ്മാൻ ഐലൻഡിലേക്ക് നേരത്തെ വന്ന സമയത്ത് ഒരു ഗോസ്റ്റ് ഷിപ്പ് കണ്ടില്ലേ, ഫ്ലൈയിങ് ഡച്ച്മാൻ. ഈ ഫ്ലൈയിങ് ഡച്ച്മാൻ ശരിക്കും നമ്മുടെ ലോകത്തുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അതും ഒരു ഗോസ്റ്റ് ഷിപ്പായിട്ട്. സത്യം എന്താണെന്ന് അറിയില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഒരുപാട് പൈററ്റ് മൂവിയിലൊക്കെ ഈ ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. വൺ പീസിലെ ഈ ഫ്ലൈയിങ് ഡച്ച്മാൻ ഒരു ഗോസ്റ്റ് ഷിപ്പ് തന്നെയാണ്. അതിലെ ക്യാപ്റ്റന്റെ പേരാണ് വാണ്ടർ ഡെക്കൻ. അയാൾ ഫിഷ്മാൻ ഐലൻഡിലേക്ക് വന്ന് ഇവിടുന്ന് തന്നെ മരിച്ചു. അയാളുടെ തലമുറയിൽ ജനിച്ച മറ്റൊരുത്തനാണ് ആ വാണ്ടർ പോസ്റ്ററിൽ കണ്ട വാണ്ടർ ഡെക്കൻ. അതായത് അവൻ ശരിക്കുള്ള വാണ്ടർ ഡെക്കൻ ഒന്നും അല്ല. ഇതൊക്കെ മനസ്സിലാക്കി സ്ട്രോ ഹാറ്റ്സ് മുന്നോട്ട് പോകുമ്പോൾ അവർ 4 എംബറേഴ്സിലെ ഒരു എംബററിന്റെ ഫ്ലാഗ് അവിടെ കണ്ടു. ആ എംബറാണ് ബിഗ് മോം. ഇത് കണ്ട് എന്തിനാ ബിഗ് മോമിന്റെ ഫ്ലാഗ് അവിടെ എന്ന് സ്ട്രോ ഹാറ്റ്സിന് സംശയമായി. അതിന് പപ്പാഗ് അവരോട് വൈറ്റ് ബേർഡ് മരിക്കുന്നതിന് മുമ്പ് അയാളുടെ പേരായിരുന്നു ഈ ഐലൻഡിനെ പ്രൊട്ടക്ട് ചെയ്തത്. ഇതിന് അദ്ദേഹം തിരിച്ച് അവരോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ വൈറ്റ് ബേർഡ് മരിച്ചതിന് ശേഷം ബിഗ് മോം ഈ ഐലൻഡ് ഏറ്റെടുത്തു. എന്നാൽ ഈ ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ബിഗ് മോം അവരോട് ആവശ്യപ്പെട്ടത് മാസാമാസം ഒരുപാട് സ്വീറ്റ് കാൻഡീസ് വേണമെന്നാണ്. അതായത് ബിഗ് മോം ഈ ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവര് ബിഗ് മോമിന് എല്ലാ മാസവും ഒരുപാട് മിഠായി കൊടുക്കണം. 4 എംബറേഴ്സിലെ ഒരു എംബറിന്റെ പിൻബലം ഇല്ലാതെ ഇവർക്കൊരിക്കലും നിൽക്കാൻ കഴിയില്ല. കാരണം എല്ലാ പൈററ്റ്സും ന്യൂ വേൾഡിലേക്ക് പോകുന്നത് ഈ വഴിയിലൂടെയാണ്. അതുകൊണ്ട് അവന്മാരൊക്കെ ഇവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഒരു എംബറിന്റെ സ്ഥലമാണെന്ന് അറിയുമ്പോൾ അവന്മാരൊന്നും ചെയ്യില്ല, മിണ്ടാതെ പോയിക്കോളും. ഇതേ സമയത്ത് മാഡം ഷേർലി എന്തോ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഫ്യൂച്ചർ കണ്ടു. അത് ഈ ഫിഷർമാൻ ഐലൻഡിന്റെ നാശം സംഭവിക്കാൻ പോകുന്നത് ലൂഫിയുടെ കൈകൊണ്ടാണ്. അതായത് ലൂഫി ഫിഷർമാൻ ഐലൻഡ് മുഴുവൻ നശിപ്പിക്കും. ലൂഫിയാണ് അവരുടെ സ്ഥലം ഇല്ലാതാക്കാൻ പോകുന്നത്. ഈ ഒരു ഭാവി കാണുന്ന മാഡം ഷേർലി പേടിച്ചു പോയി. തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങളോട് ഈ സ്ഥലം നശിപ്പിക്കാൻ
പോകുന്നത് സ്ട്രോ ഹാറ്റ് ആണ്. എത്രയും പെട്ടെന്ന് അവൻ ഇവിടുന്ന് പുറത്താക്ക്. ഇത്ര മതി ജനങ്ങൾ മുഴുവൻ പേടിക്കാൻ. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ തലയിൽ ഇപ്പൊ തന്നെ മെർമെയ്ഡ്സിനെ കടത്തി എന്ന് പറയുന്ന ഒരു കുറ്റമുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടെ കേട്ടപ്പോ അവർക്ക് ബോധ്യമായി സ്ട്രോ ഹാറ്റ്സ് പ്രശ്നക്കാരാണെന്ന്. ഇവിടെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും പപ്പാക്കിന്റെ ഷോപ്പിലേക്ക് എത്തി. അവിടെ വെച്ച് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഡ്രസ്സിന് വില കൂടുതലാണ്, വില കുറച്ച് തരണം എന്ന് പറഞ്ഞ് എന്നത്തെയും പോലെ വില പേശിക്കൊണ്ടിരിക്കുന്ന നാമിയെ കണ്ടു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് അവിടുന്ന് ഡ്രസ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫിഷ്മാൻ ഐലൻഡിന്റെ ഈ മുഴുവൻ റിയൂഗു കിങ്ഡത്തിന്റെ രാജാവ് കിങ് നെപ്റ്റ്യൂൺ താഴേക്ക് ഇറങ്ങി വരുന്നത്. കിങ് നെപ്റ്റ്യൂൺ അങ്ങനെ ഇങ്ങനെയൊന്നും താഴേക്ക് വരാറില്ല. ഇപ്പൊ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഇവിടേക്ക് വന്നപ്പോ ഒരു വലിയ ക്രാക്കിനെ അടിച്ചില്ലേ, ആ സമയത്ത് ആ ക്രാക്കൻ പിടിച്ചു വെച്ച ഒരു ഷാർക്ക് അവര് കാരണം രക്ഷപ്പെട്ടിരുന്നു. ആ ഷാർക്ക് കിങ് നെപ്റ്റ്യൂണിന്റെ മകൾ ഷിറാഹോഷിയുടെ പെറ്റാണ്. ആ ഷാർക്ക് കൊട്ടാരത്തിലേക്ക് വന്ന് സ്ട്രോ ഹാറ്റ്സ് അതിനെ സഹായിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് കിങ് നെപ്റ്റ്യൂൺ അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ താഴേക്ക് ഇറങ്ങി വന്നത്. ഇതെല്ലാവർക്കും ആദ്യം ഒരു ഷോക്കാണെങ്കിലും കിങ് നേരിട്ട് വന്ന് വിളിക്കുന്നതല്ലേ, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്നൊന്നും നോക്കാതെ കിങ്ങിന്റെ കൂടെ മുകളിലുള്ള കൊട്ടാരത്തിലേക്ക് പോവാണ്. അപ്പോഴാണ് കിങ് അവരോട് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ നേരത്തെ തന്നെ കൊട്ടാരത്തിലേക്ക് എത്തി. ഒരു 3 വാള് കയ്യിലുള്ള അവന്റെ പേരെന്തോ സോറി എന്നോ മറ്റോ ആണ്. അത് കേട്ട സ്ട്രോ ഹാറ്റ്സിന് മനസ്സിലായി അത് സോറോയാണെന്ന്. ബാക്കിയുള്ളവരെല്ലാവരും ഫിഷ്മാൻ ഐലൻഡിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നപ്പോ സോറോ നേരിട്ട് കിങ്ങിന്റെ അടുത്തേക്ക് എത്തി. സോറോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. ആരും ഉണ്ടാക്കി വെച്ച വഴിയിലൂടെ ഒന്നും നേരെ സോറോ പോയില്ല. സോറോ പോകുന്നത് ഏതിലൂടെയാണോ അതാണ് അവന്റെ വഴി. മുന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിത്തെളിച്ച് മുന്നോട്ട് തന്നെ പോകും. ഒറ്റ മൈൻഡ്, അതാണ് സോറോ. അല്ല, വൈസ് ക്യാപ്റ്റനെ പറ്റി ക്യാപ്റ്റൻ തന്നെയാണ് കൂടെ ഉള്ളത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇവിടേക്ക് എത്തിയ ഫ്രാങ്കിയും റോബിനും നാമിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഫ്രാങ്കിക്ക് അവനെ വളർത്തിയ ടോമിന്റെ ബന്ധു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അയാളെ കാണാൻ പോയി. അതുപോലെ റോബിൻ ഈ ഫിഷ്മാൻ ഐലൻഡില് പണ്ട് മൺമറഞ്ഞു പോയ എന്തൊക്കെയോ രഹസ്യങ്ങൾ, ആർക്കും അറിയാത്ത എന്തോ ഹിസ്റ്ററികളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അതെടുക്കാൻ വേണ്ടി പോയി. അവർ രണ്ടുപേരും പോയ കാര്യം നാമി ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നുണ്ട്. ശേഷം രാജാവിന്റെ കൂടെ ലൂഫി, ഊസോപ്പ്, നാമി, ബ്രൂക്ക് ഇവരുടെ കൂടെ കേമിയും പപ്പാഗും എല്ലാവരും കൊട്ടാരത്തിലേക്ക് എത്തി. കൊട്ടാരത്തിലേക്ക് കയറാൻ ഒരു വലിയ എൻട്രൻസ് ഉണ്ട്. അത് കൊട്ടാരത്തിലെ ആൾക്കാർ തുറക്കണം, എന്നാൽ മാത്രമേ അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. കൊട്ടാരത്തിലേക്ക് എത്തിയ സ്ട്രോ ഹാറ്റ്സില് ലൂഫിക്ക് വിശന്നു. അതുകൊണ്ട് ലൂഫി അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴാണ് അവനൊരു പ്രത്യേക വാതില് കാണുന്നത്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ വാതില്. ആ വാതിലിൽ മുഴുവൻ കോടാലി, കത്തി അങ്ങനെയുള്ള ആയുധങ്ങൾ മുഴുവൻ തറച്ച് കയറിയിട്ടുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ക്യാപ്റ്റന് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആകാംക്ഷ വന്നാ പിന്നെ ലൂഫി വെച്ച് താമസിപ്പിക്കില്ല, ഉടനെ അതങ്ങ് ചെയ്തു കളയും. അങ്ങനെ ലൂഫി ആ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോ അവിടെ ഒരു വലിയ ജയന്റ് ആയിട്ടുള്ള മെർമെയ്ഡിനെ അവൻ കണ്ടു. ഈ ജയന്റ് മെർമെയ്ഡാണ് കിങ് നെപ്റ്റ്യൂണിന്റെ മകൾ ഷിരാഹോഷി. ഷിരാഹോഷി ഇത്രയും വലിയ മെർമെയ്ഡ് ആണെന്നേ ഉള്ളൂ, അവൾക്ക് കുട്ടികളുടെ മനസ്സാണ്. ആരെങ്കിലും ഒന്ന് ചീത്ത പറഞ്ഞാലോ കളിയാക്കിയാലോ ഷിരാഹോഷി പെട്ടെന്ന് കരയും. ലൂഫിയെ കാണുന്ന ഷിരാഹോഷി അവൻ അവളെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് വിചാരിച്ച് അവൾ കരഞ്ഞു. ഈ ഒരു സമയത്ത് ആ വാതിൽ തുറന്നു കിടക്കുന്നതുകൊണ്ട് ഒരു വലിയ കോടാലി ഷിരാഹോഷിക്ക് നേരെ വരുന്നു. പെട്ടെന്ന് ലൂഫി ആ കോടാലി പിടിച്ചു നിർത്തി. എന്ത് പണ്ടാരാ ഇത്, ഏത് നാറിയാടാ എന്റെ നേർക്ക് തൂക്കി എറിഞ്ഞേ എന്ന് പറഞ്ഞ് ലൂഫി നിൽക്കുമ്പോഴാണ് ആ വന്ന് പതിച്ച കോടാലിയുടെ ശബ്ദം കേട്ട് അവിടേക്ക് ഒരുപാട് ഗാർഡ്സ് ഓടി വരുന്നത്. ആ സമയത്ത് ലൂഫി പ്രശ്നക്കാരനല്ലെന്ന് മനസ്സിലാക്കുന്ന ഷിരാഹോഷി അവിടേക്ക് വരുന്ന ഗാർഡ്സ് അവനെ കാണാതിരിക്കാൻ മറച്ചു വെച്ചു. അവിടേക്ക് വരുന്ന ഗാർഡ്സ് അവിടെ പ്രശ്നമൊന്നും കാണാത്തതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയത്ത് കൊട്ടാരത്തിന്റെ അകത്തുള്ള നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവിടുത്തെ ഗാർഡ്സ് ചേർന്ന് പിടിച്ചു വെക്കാൻ ശ്രമിക്കും. ഇവിടേക്ക് അവരെ രാജാവ് കൊണ്ടുവന്നത് സ്നേഹിക്കാനൊന്നുമല്ല, ആ പെറ്റിനെ സഹായിച്ചു എന്ന പേരിൽ അവർക്ക് ആദരവ് കൊടുക്കാനുമല്ല. പകരം സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും പ്രശ്നക്കാരാണ്, അവർ നമ്മുടെ നാട് നശിപ്പിക്കും. പ്രത്യേകിച്ച് അതിന് മാത്രം തെളിവൊന്നുമില്ല. പക്ഷേ ഇനി സ്ട്രോ ഹാറ്റ്സ് പ്രശ്നം ഉണ്ടാക്കില്ല എന്നാർക്കും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരുടെ മുൻകരുതലിന് വേണ്ടിയാണ് അവർ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഷിരാഹോഷിയുടെ അടുത്തേക്ക് എത്തിയ ലൂഫിയോട് അവൾ ആ കോടാലി അവിടേക്ക് എറിഞ്ഞത് ആരാണെന്ന് പറയുന്നുണ്ട്. അവനാണ് വാൻഡർ ഡെക്കൻ. അവന് ഷിരാഹോഷിയെ കല്യാണം കഴിക്കണം. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് വാൻഡർ ഡെക്കൻ എന്നും ഓരോ കോടാലിയും കത്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയുധം അവൾക്ക് നേരെ എടുത്തെറിയും. ഒന്നെങ്കിൽ അവനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അവൾ മരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വാൻഡർ ഡെക്കൻ ഇങ്ങനെ ചെയ്യുന്നത്. അവൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഷിരാഹോഷി റൂമിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങി അവൻ അവളെ കൊല്ലാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് കാരണം 10 വർഷം അവൾ റൂമിന്റെ അകത്ത് തന്നെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ലൂഫി അവൾക്ക് കഴിക്കാൻ കൊണ്ടുവച്ച ഭക്ഷണമൊക്കെ എടുത്ത് തിന്നതിന് ശേഷം, ഹേ മെർമെയ്ഡ് പെണ്ണെ, നീ 10 വർഷം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലേ? എനിക്കൊക്കെ അത്രയും കാലം ഇതിന്റെ അകത്ത് നിന്ന് ശ്വാസം മുട്ടിപ്പോവും. നിനക്കൊക്കെ എങ്ങനെയാ ഇത് സാധിക്കുന്നേ? അതുകൊണ്ട് പേടിക്കാതെ വാ, ഞാൻ നിന്നെ പുറത്തേക്ക് എത്തിക്കാം. അത് കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഷിരാഹോഷി പേടിച്ചു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ എന്നെ വിശ്വസിക്കേ, ബിലീവ് യുവർ സെൽഫ്. നിന്റെ ദേഹത്തേക്ക് എന്ത് വന്നാലും ഞാൻ തട്ടി മാറ്റിക്കോളാം. ഇതേ സമയത്ത് ഇവിടെ ഗാർഡ്സ് എല്ലാം ചേർന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ എത്തി. ഇത്രയും നേരം രാജാവിന്റെ ആൾക്കാര് സോറോയ്ക്ക് ഒരുപാട് കഴിക്കാനും കുടിക്കാനും കൊടുത്ത് അവനെ പൂട്ടി വെച്ചതാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അവനെ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അറിയും. അതുകൊണ്ട് പ്രശ്നം മണത്തെറിഞ്ഞ വൈസ് ക്യാപ്റ്റൻ പുറത്തേക്ക് വന്ന് രാജാവിനെ അയാളുടെ ആൾക്കാരെയും കെട്ടിവെച്ചു. ഈ ഫിഷ്മാൻ ഐലൻഡിലെ ഫിഷ്മാൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരുപാട് പ്രശ്നക്കാരായിട്ടുള്ള ഫിഷർമാൻസ് മാത്രമേ അവിടെയുള്ളൂ. ന്യൂ ഫിഷർമാൻ പൈററ്റ്സും അവരുടെ ക്യാപ്റ്റൻ ഹോഡി ജോൺസ് എന്ന് പറയുന്നവനും ആ സ്ഥലത്താണ് ഉള്ളത്. ഈ ഹോഡി ജോൺസിന് മനുഷ്യന്മാർ ഇഷ്ടമല്ല. ഹോഡി ജോൺസ് മാത്രമല്ല, ന്യൂ ഫിഷർമാൻ പൈററ്റ്സിലെ ആൾക്കാർക്ക് മുഴുവൻ മനുഷ്യന്മാരോട് വെറുപ്പാണ്, അവരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവരവിടെ വെച്ച് തടഞ്ഞു നിർത്തിയത്. അവിടേക്ക് വരുന്ന എല്ലാ പൈററ്റ്സിനെയും ഇവർ ഇതുപോലെ തടഞ്ഞു നിർത്തും. കാരണം അവർക്ക് മനുഷ്യന്മാരെ ഇഷ്ടമല്ല. മനുഷ്യന്മാരെ അടിയോടെ ഇല്ലാതാക്കാനാണ് അവരുടെ ലക്ഷ്യം. ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും ഒരുപാട് പവർഫുൾ ആണ്. സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് ഒരുപാട് പവർഫുൾ ആണ് ഫിഷർമാൻ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പവർ കിട്ടാൻ വേണ്ടി ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും ഒരു എനർജി ഡ്രഗ്
കഴിക്കുന്നുണ്ട്. അതിലെ ഒരു പില്ല് കഴിച്ചാൽ അവർക്ക് ആദ്യത്തേനേക്കാൾ 10 മടങ്ങ് ശക്തി കിട്ടും. അതിന് 10 പില്ലെടുത്താൽ 100 മടങ്ങ് ശക്തിയാവും. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ പില്ല് കഴിക്കുന്ന ആൾക്കാരുടെ ആയുസ് കുറഞ്ഞു വരും. അതായത് പില്ല് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ശക്തി കിട്ടും. എന്നാൽ ഈ ശക്തിക്ക് പകരം അവർ കൊടുക്കേണ്ടത് അവരുടെ ജീവന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതൊന്നും ഹോഡി ജോൺസിനും അവന്റെ ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം അവർക്ക് മനുഷ്യന്മാരെ ഇഷ്ടമല്ല. മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഇപ്പൊ ഹോഡി ജോൺസിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കിങ് നെപ്റ്റ്യൂണിനെ തോൽപ്പിച്ച് ഫിഷ്മാൻ ഐലൻഡിലെ രാജാവായിട്ട് അവന് മാറണം. കിങ് നെപ്റ്റ്യൂണിന് മനുഷ്യന്മാരോട് വെറുപ്പൊന്നുമില്ല. അതുകൊണ്ട് മനുഷ്യന്മാരെ ഇവിടേക്ക് വരാൻ അദ്ദേഹം സമ്മതിക്കും. എന്നാൽ ഇതൊന്നും ഹോഡി ജോൺസിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും കിങ് നെപ്റ്റ്യൂണിന് പകരം അവന് രാജാവാവണമെന്ന് പറയുന്നത്. അവൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ ലോകം മൊത്തം അവന്റെ കയ്യിലാണെന്നൊക്കെയാണ് അവന്റെ വിചാരം. ഒന്നും നടക്കാൻ പോകുന്നില്ല. വേൾഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന മറ്റൊരു ടീം സൈഡിൽ ചാരി നിൽക്കുന്നുണ്ട്. ഇവനെ കൊണ്ടൊന്നും അവരെ തൊടാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും പറ്റില്ല. എന്നാലും അവന്റെ ആഗ്രഹമല്ലേ അവൻ രാജാവായിക്കോട്ടെ. കിങ് നെപ്റ്റ്യൂണിനെയും തോൽപ്പിച്ച് രാജാവാവണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഹോഡി ജോൺസിന്റെ അടുത്തേക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരുത്തൻ വരുന്നു. അവനാണ് വാൻഡർ ഡക്കൻ. ഒരു 4 കാലും വൃത്തികെട്ട രൂപമായിട്ട് കണ്ടാൽ തന്നെ ഒന്ന് കൊടുക്കാൻ തോന്നുന്ന ഒരുത്തൻ. ഹോഡി ജോൺസൺ നെപ്റ്റ്യൂണിനെ തോൽപ്പിച്ച ഇവന് ഷിറാഹോഷിയെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ. അതിനാണ് ഇവൻ ഹോഡി ജോൺസിനെ സഹായിക്കാൻ വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൈകൊടുത്ത് നെപ്റ്റ്യൂണിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്താണ് അവിടേക്ക് ഇതൊക്കെ കേട്ട് ഹാച്ചി കയറി വരുന്നത്. ഹോഡി ജോൺസ്, വാൻഡർ ഡക്കൻ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കിങ് നെപ്റ്റ്യൂൺ നമ്മളെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്ത് വരുമായിരുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് കിങ് നെപ്റ്റ്യൂൺ. അദ്ദേഹത്തിന് പ്രായമായി എന്നുള്ളത് ശരിയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കിങ് നെപ്റ്റ്യൂണിന്റെ കൂടെ നിൽക്കണം എന്ന് ഹാച്ചി പറയുന്നുണ്ടെങ്കിലും ഹോഡി ജോൺസ് ഇത് കേൾക്കുന്നില്ല. അവൻ ഇത്രത്തോളം മനുഷ്യന്മാരെ വെറുക്കാൻ കാരണം അവന്റെ ചെറുപ്പം മുതലേ ആർലോങ് ആണ്. മനുഷ്യന്മാര് നല്ലതല്ല, അവര് നമ്മളെ വെറുക്കുന്നുണ്ട്, നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെയും കൊല്ലണം, അവരെയും വെറുക്കണം, അവര് നല്ലവരല്ല എന്നിങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് മനുഷ്യന്മാരോടുള്ള വെറുപ്പ് കുത്തി നിറച്ചത് ആർലോങ് ആണ്. ഞാൻ ആർലോങ്ങിന്റെ പാത പിന്തുടരും. എല്ലാ മനുഷ്യന്മാരെയും ഞാൻ കൊല്ലും. അവര് നമ്മളെ എന്ത് ചെയ്തോ അത് തന്നെ നമ്മൾ തിരിച്ചും കൊടുക്കും. ആർലോങ് എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ ചെയ്യും. നിങ്ങളെ തോൽപ്പിച്ച സ്ട്രോ ഹാറ്റ്സ് ഇവിടെയുണ്ട്. വേണമെങ്കിൽ എന്റെ കൂടെ ചേർന്ന് നമുക്ക് അവരെയും തീർക്കാം എന്ന് ഹോഡി ജോൺസ് ഹാച്ചിയോട് പറയുമ്പോ, ഒരിക്കലുമില്ല, ഞാൻ ആർലോങ്ങിന്റെ ക്രൂ മെമ്പർ ആണെന്ന് അറിഞ്ഞിട്ടും സ്ട്രോ ഹാറ്റ്സ് എന്നെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്. അവരെന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് ഹാച്ചി. ഉടനെ വാൻഡർ ഡക്കൻ ഹാച്ചിയെ തൊട്ടു. ഈ വാൻഡർ ഡക്കൻ ഒരു ഡബിൾ ഫുഡ് പവർ ഉണ്ട്. അവൻ അവന്റെ കൈകൊണ്ട് ആരെങ്കിലും തൊടുകയാണെങ്കിൽ അവരവന്റെ ടാർഗറ്റ് ആയിട്ട് മാറും. പിന്നീട് അവൻ എന്ത് വലിച്ചെറിഞ്ഞാലും അത് ആ ടാർഗറ്റിന്റെ ദേഹത്തേക്ക് സ്പീഡിൽ വന്ന് തട്ടും. അതായത് ഒരു കത്തി എടുത്ത് എറിയുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പതുക്കി എറിഞ്ഞാൽ മതി. അങ്ങനെ എറിയുമ്പോൾ ഈ ടാർഗറ്റ് എവിടെയാണോ ഉള്ളത് അവരുടെ ദേഹത്തേക്ക് ആ കത്തി വന്ന് കുത്തി ഇറങ്ങും. ഇങ്ങനെയാണ് അവൻ ഷിറാഹോഷിയും ചെയ്തത്. ആരെ തൊടുന്നോ അവരിവന്റെ ടാർഗറ്റ് ആയിട്ട് മാറും. പിന്നെ എന്ത് വലിച്ചെറിഞ്ഞാലും അത് അവർക്ക് നേരെ പോകും. ഇപ്പൊ ഹാച്ചിയെ ടാർഗറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത വാൻഡർ ഡക്കൻ ഒരുപാട് അമ്പ് അവന് നേരെ തൂക്കി എറിയും. അങ്ങനെ ആ അമ്പ് മുഴുവൻ ഹാച്ചിയുടെ ദേഹത്തേക്ക് വന്ന് കൊണ്ടു. പിന്നെ ഹാച്ചിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇതേ സമയത്ത് കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള എൻട്രൻസിലേക്ക് കിങ് നെപ്റ്റ്യൂണിന്റെ 3 മക്കൾ വന്നു. ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി അവർ കൊട്ടാരത്തിലേക്ക് വിളിക്കുമ്പോൾ അവരോട് തിരിച്ച് സംസാരിക്കുന്നത് നമ്മുടെ സോറോയാണ്. നിങ്ങളുടെ എല്ലാ ആൾക്കാരെയും ഞാൻ ഭദ്രമായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ വലിയ പ്രശ്നത്തിനൊന്നും വന്നതല്ല. എനിക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തന്നാൽ ഇവരെ ഒന്നും ചെയ്യാതെ ഞാൻ വെറുതെ വിടാം. എന്റെ ക്രൂവിൽ കുറച്ചുപേര് ഇവിടെ വെച്ച് മിസ്സായിട്ടുണ്ട്. ഒരു ഇരുണ്ട നിറമുള്ള സ്ത്രീ, ഒരു റോബോട്ട്, ഒരു റക്കൂൺ, അതുപോലെ മഞ്ഞ മുടിയുള്ള കാണാൻ തന്നെ വൃത്തികെട്ട ഒരുത്തൻ. ഇവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം. കൂടാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള ഞങ്ങളുടെ കപ്പൽ 1000 സണ്ണി കണ്ടുപിടിക്കണം. അതിന്റെ ബബിൾ കോട്ടൊക്കെ പോയിട്ടുണ്ട്. അതിന് ബബിൾ കോട്ടൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പോവാൻ പാകത്തിനാക്കി വെക്കണം എന്നിങ്ങനെ സോറോ പറയുമ്പോൾ, ബാക്കിയുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവർ പോകുന്നതിന് മുമ്പ് ജീംബെ ലൂഫിയെ കാണുമ്പോൾ പറയാൻ ഏൽപ്പിച്ച 2 കാര്യം ഇവര് സ്ട്രോ ഹാറ്റ്സിനോട് പറയും. 1, ലൂഫി ഒരിക്കലും ഹോഡിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. 2, ജീംബെ ലൂഫിക്ക് വേണ്ടി സീ ഫോറസ്റ്റിൽ കാത്തിരിക്കുമെന്നാണ്. ഇത് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരവിടുത്തെ ഗാർഡ്സിനോട് ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറയുന്നു. അങ്ങനെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനെ അന്വേഷിച്ച് പോകുന്ന ഗാർഡ്സ് ആദ്യം ചോപ്പറിനെയും സാഞ്ചിയും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും കാര്യം അറിയാത്തതുകൊണ്ട് അവരെ എല്ലാവരെയും അടിച്ച് താഴെ ഇട്ടു. ഇതേ സമയത്ത് പ്രിൻസസ് ഷിരാഹോഷിയെ പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ ലൂഫി അവളുടെ പെറ്റ് ആ ഷാർക്കിന്റെ വായ്ക്കകത്ത് അവളെ ഒളിപ്പിച്ച് ലൂഫി അതിന്റെ പുറത്ത് കയറി ആ വാതിലും പൊളിച്ച് അവിടുന്ന് പോകും. താഴെയുള്ള ഹോഡി ജോൺസിന്റെയും വാൻഡർ ഡക്കന്റെയും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വാൻഡർ ഡക്കന്റെ പവർ ഉപയോഗിച്ച് അവൻ ഷിറാഹോഷിയുള്ള ഭാഗത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വലിച്ചെറിയും. ആ വലിച്ചെറിയുന്നതിന്റെ കൂട്ടത്തിൽ അവൻ അവന്റെ ആൾക്കാരെയും കയറ്റിവിടും. അങ്ങനെ ആ ആൾക്കാര് അതിൽ കയറി കൊട്ടാരത്തിലേക്ക് എത്തും. കൊട്ടാരത്തിലേക്ക് വരുന്നവര് ആ മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അങ്ങനെ ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും കൊട്ടാരത്തിലേക്ക് കയറി കിങ് നെപ്റ്റ്യൂണിനെയും അദ്ദേഹത്തിന്റെ ആൾക്കാരെയും തോൽപ്പിക്കും. ഇതാണ് അവരുടെ പ്ലാൻ. ലൂഫി ഷിറാഹോഷിയെ അവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു സാധനത്തിൽ അവന്റെ ആൾക്കാരെയും കയറ്റി ഷിറാഹോഷിയുള്ള ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ അവന്റെ ആൾക്കാർ മൊത്തം അവിടേക്ക് എത്തി. അതുപോലെ ഷിറാഹോഷി സേഫ് ആണെന്നറിയാൻ ബ്രൂക്കിനോട് അവിടേക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോ ബ്രൂക്ക് അയാളെ എടുത്ത് അവിടേക്ക് കൊണ്ടുപോയി. അപ്പൊ ഷിറാഹോഷി അവിടെ കാണാനില്ല. അവരവിടെ കണ്ടത് അവിടേക്ക് വന്ന് വീണ വാൻഡർ ഡക്കന്റെ ആൾക്കാരെയാണ്. ആ ആൾക്കാരാവട്ടെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ കൂടെ ഉള്ളതാരാ? നമ്മുടെ ബ്രൂക്കാണ്. എല്ലാത്തിനെയും വെട്ടി അരിഞ്ഞ് താഴെ ഇട്ടു. എന്നിട്ട് തിരിച്ച് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വന്ന് അവിടെ ഷിറാഹോഷിയെ കാണാനില്ല, ആരോ അവളെ തട്ടിക്കൊണ്ടുപോയി എന്ന് അവരോട് പറഞ്ഞു. ആ സമയത്ത് വാൻഡർ ഡക്കൻ അയച്ച ആൾക്കാരിൽ ഒരാൾ മാത്രം എഴുന്നേറ്റ് അവിടേക്ക് കയറാനുള്ള ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പൊ താഴെ ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും ആ ഗേറ്റ് വഴി കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ വന്നപ്പോഴാണ് വാൻഡർ ഡക്കൻ മെർമെയ്ഡ് പ്രിൻസസിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം അറിയുന്നത്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഒരു സ്പോഞ്ച് പോലുള്ള സംഭവം പൊട്ടിച്ചെറിഞ്ഞ് അതിന്റെ പുറത്ത് കയറി ഇപ്പോൾ ഷിറാഹോഷി എവിടെയാണുള്ളത് അവിടേക്ക് പോകുന്നു. അവളെ ഓൾറെഡി ഇവൻ ടാർഗറ്റ് ആക്കിയതാണല്ലോ, അതുകൊണ്ട് ഈ സാധനം അവളുള്ള സ്ഥലത്തേക്ക് അവൻ എത്തിച്ചോളൂ. കൊട്ടാരത്തിൽ
കൊട്ടാരത്തിലേക്ക് എത്തിയ ഹോഡി ജോൺസ് ആവട്ടെ ആദ്യം തന്നെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം തകർത്തു. അങ്ങനെ പുറത്തുള്ള വെള്ളം കൊട്ടാരത്തിന്റെ അകത്തേക്ക് നിറയാൻ തുടങ്ങി. അപ്പൊ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് അവർ കെട്ടിവെച്ച ആൾക്കാരുടെ കെട്ടഴിച്ചു വിട്ടു. അവിടെ വന്ന ഹോഡി ജോൺസ് എല്ലാവരെയും കൊല്ലും, നിന്നെ ഒന്നും വെറുതെ വിടില്ല, എന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല, ഫിഷ്മാൻസ് ആണ് വലുത് എന്ന് പറഞ്ഞ് വീരവാദം പറയുമ്പോൾ അവനൊരു കാര്യം മറന്നുപോയി, നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇതേ സമയത്താണ് താഴെയുള്ള സാഞ്ചിയും ചോപ്പറും തീരത്ത് വാൻഡർഡെക്കന്റെ അറ്റാക്ക് കിട്ടി പരിക്ക് പറ്റി കിടക്കുന്ന ഹാച്ചിയെ കണ്ടു. അപ്പോഴാണ് ഷിറാഹോഷിയും കൊണ്ട് ഷാർക്കിന്റെ പുറത്ത് വരുന്ന ലൂഫി താഴെയുള്ളവരെ കാണുന്നത്. അതുകൊണ്ട് ഷിറാഹോഷിയോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് ലൂഫി അവരുടെ അടുത്തേക്ക് ചാടി ഇറങ്ങി പോകുന്നു. പക്ഷേ ഷാർക്കിന്റെ വായ്ക്കകത്ത് അവർക്ക് കുറെ നേരം നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഷാർക്കിന്റെ വായ തുറന്ന് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഷിറാഹോഷി വന്ന് വീണു. ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവരും മെർമെയ്ഡ് പ്രിൻസസിനെ കണ്ടു. ഇവിടെ സോറോ ഹോഡി ജോൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം വെള്ളം ആയതുകൊണ്ട് ആ ഫൈറ്റിൽ ഒരു അപ്പർ ഹാൻഡ് ഹോഡി ജോൺസിനാണുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അതൊരു ജിന്നാണ്. അത്രയും എനർജി പില്ലൊക്കെ എടുത്തു നിൽക്കുന്ന ഹോഡി ജോൺസിനെ ഒറ്റ വെട്ടിന് സോറോ താഴെയിട്ടു. ഇതേ സമയത്ത് ഫിഷ്മാൻ ഐലൻഡിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോകുന്ന റോബിൻ അവിടെ ബോയിഡ് സെഞ്ചുറിയെ പറ്റി പറയുന്ന അതിന്റെ എന്തൊക്കെയോ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പോണിഗ്ലിഫ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് പോവാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന മെർമെയ്ഡ് പ്രിൻസസിനെ എല്ലാവരും കണ്ടു. പക്ഷെ തിരിഞ്ഞു നിൽക്കുന്ന സാഞ്ചി മാത്രം കണ്ടില്ല. ബോവ ഹാൻകോക്കിനെയോ കാണാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഒരു മെർമെയ്ഡ് പ്രിൻസസിനെങ്കിലും കാണട്ടെ എന്ന് പറഞ്ഞ സാഞ്ചി രണ്ടും കൽപ്പിച്ച് മെർമെയ്ഡ് പ്രിൻസസിനെ കണ്ടു. ഒറ്റയടിക്ക് സാഞ്ചി ഒരു നിമിഷത്തേക്ക് കല്ലായിട്ട് മാറി. അത് പിന്നെ അങ്ങനെ വരുള്ളൂ. ഈ ഒരു സമയത്താണ് ഷിറാഹോഷിയുടെ അടുത്തേക്ക് വാൻഡർഡെക്കൻ വരുന്നത്. ഷിറാഹോഷി, ഒന്നെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നീ മരിക്കണം, ഇതിലേത് വേണമെന്ന് നീ തീരുമാനിക്കേ എന്ന് അവൻ പറയുമ്പോ അവൻ അവൾക്ക് പറ്റിയ ടൈപ്പ് അല്ലാന്ന് അവൾ അവനോട് തിരിച്ചു പറഞ്ഞു. ഉടനെ അവന്റെ കയ്യിലുള്ള 2 കോടാലി കൊണ്ട് അവൻ അവളെ കൊല്ലാൻ വരികയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ലൂഫി അവിടെ പഴം പറിക്കാനാണോ നിൽക്കുന്നത്? അല്ല, പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യും, ജീവൻ പോകുന്നത് വരെ പ്രൊട്ടക്ട് ചെയ്യും. ലൂഫി ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്ത് ചാടിക്കറങ്ങിയ ഒരൊറ്റ ചവിട്ട് നേരത്തെ ഈ പാവം പിടിച്ച പെണ്ണിന് നേരെ നീയാണല്ലേ കോടാലി എടുത്തെറിഞ്ഞേ എന്ന് പറഞ്ഞ് ലൂഫി അവന്റെ 2 കാലുകൊണ്ട് വാൻഡർഡെക്കനെ ചുരുട്ടി പിടിച്ചു. എന്നിട്ട് കാലുകൊണ്ട് തൂക്കിയെടുത്ത് അവനെ നിലത്തിട്ട് ഒരൊറ്റ അടി. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. ഇപ്പൊ ലൂഫി, സാഞ്ചി, ചോപ്പർ അവരുടെ കൂടെ ഷിറാഹോഷിയും എല്ലാവരും ഷാർക്കിന്റെ പുറത്ത് കയറി അവൾ കാണണമെന്ന് പറഞ്ഞ അവൾക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവളുടെ അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക്. ഇപ്പൊ കൊട്ടാരത്തിൽ ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് നാമി കേമിയുടെ പുറത്ത് കയറി ജീംബയെ കാണാൻ വേണ്ടി പോവാണ്. ഹോഡി ജോൺസിനെ വെട്ടിയ സോറോ ബാക്കിയുള്ളവരെയും വിളിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ വെട്ടി കിട്ടിയ ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും അവരെ തടഞ്ഞു. ഒരുപാട് നേരം വെള്ളത്തിന്റെ അകത്ത് സോറോയ്ക്കും ബാക്കിയുള്ളവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവരെന്തായാലും ക്ഷീണിക്കും. അതുകൊണ്ട് മാത്രമാണ് ഹോഡി ജോൺസിന് അവരെ പിടിക്കാൻ പറ്റിയത്. ഇങ്ങനെ ഇവരിവിടെ കുടുങ്ങിയപ്പോ ഫ്രാങ്കി സീ ഫോറസ്റ്റിലുള്ള 1000 സണ്ണിയെ കണ്ടുപിടിച്ചു. ഇവിടെ വെച്ച് തകർന്നു പോകുന്ന ഷിപ്പുകളും ആരും കൺട്രോൾ ചെയ്യാനില്ലാതെ വെള്ളത്തിലൂടെ പോകുന്ന ഷിപ്പുകളും നേരത്തെ നമ്മൾ കേട്ട സീ ഫോറസ്റ്റിലേക്ക് വന്ന് വീഴും. അവിടെ വെച്ച് ഫ്രാങ്കി സണ്ണിയെ മാത്രമല്ല അവൻ അന്വേഷിച്ച് വന്ന ടോമിന്റെ അനിയനെയും കണ്ടു. അയാളും ടോമിനെ പോലെ നല്ലൊരു ഷിപ്പ് റൈഡറാണ്. 1000 സണ്ണി കണ്ട ഉടനെ ആഡം വുഡ് എന്ന് പറയുന്ന ലോകത്തിലെ സ്ട്രോങ് ആയിട്ടുള്ള മരം ഉപയോഗിച്ച് ഉണ്ടാക്കിയ കപ്പലാണെന്ന് മനസ്സിലായി. ഇതേ മരം ഉപയോഗിച്ചിട്ടാണ് ടോം പണ്ട് ഗോൾഡി റോജറിന് കപ്പൽ ഉണ്ടാക്കി കൊടുത്തത്. ഷിപ്പ് റൈഡറായ ടോമിന്റെ അനിയനും ഫ്രാങ്കിയും ചേർന്ന് ബബിൾ കോട്ടിംഗ് ഇല്ലാതായ 1000 സണ്ണി വീണ്ടും ബബിൾ കോട്ട് ചെയ്തെടുത്തു. കാരണം അവർക്ക് വെള്ളത്തിലൂടെ ഇനി ന്യൂ വേൾഡിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ ബബിൾ കോട്ട് ചെയ്ത കപ്പലിന്റെ അടുത്തേക്കാണ് ലൂഫി ഷിറാഹോഷിയും കൊണ്ടുവരുന്നത്. കാരണം അവളുടെ അമ്മയെ അടക്കിയ സ്ഥലമാണിത്. ലൂഫി അവിടേക്ക് വരുമ്പോൾ അവനെ കാത്തിരുന്ന ജീംബെ അവസാനം അവനെ കണ്ടു. പക്ഷെ അവിടെ വെച്ച് ഷിറാഹോഷിയെ കണ്ട ജീംബെ ഷോക്കായി. ലൂഫി, ഷിറാഹോഷിയെ എവിടേക്കൊന്നും കൊണ്ടുവരാൻ പാടില്ല, അത് ഇവൾക്ക് വളരെ ആപത്താണ്. ജീംബെ, അതിനെ ഓർത്ത് നിങ്ങൾ തല പുണ്ണാക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. ശേഷം ഷിറാഹോഷി അവളുടെ അമ്മ ഒട്ടോഹിമയെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. അവളുടെ അമ്മ മരിച്ച അന്ന് മുതലേ വാൻഡർഡെക്കൻ അവളുടെ പുറകെ കൂടിയതാണ്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് അവൾക്ക് ഇവിടേക്ക് വരാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഇതിനുശേഷമാണ് അവിടേക്ക് നാമിയും കേമിയും വരുന്നത്. അവര് വന്നു കഴിയുമ്പോഴാണ് ജീംബെ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യം ലൂഫിയോടും ബാക്കിയുള്ളവരോടും പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ബ്ലൂയിലേക്ക് ആർലോങ് വരാൻ കാരണമായത് ജീംബെയാണെന്ന്. അവൻ അവിടേക്ക് വന്ന എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയതിന് കാരണം ജീംബെയാണ്. അത് കേട്ട നാമി ആദ്യം ഷോക്കായി. അതുപോലെ ആർലോങ് കാരണം പ്രശ്നത്തിലായത് നാമിയാണെന്ന് ജീംബെ ഇപ്പോഴാണ് അറിയുന്നത്. ആർലോങ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എന്റെ നാടിനെ മുഴുവൻ അവൻ ഉപദ്രവിച്ചു. പക്ഷെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സബോഡിയിലേക്ക് വന്നപ്പോ അവിടെ വെച്ച് മനുഷ്യന്മാര് കേമിയെ വിൽക്കാൻ നോക്കി. ഒരുപാട് പേര് ഫിഷർമാൻസിനെ വെറുക്കുന്നുണ്ട്. അതുപോലെ സബോഡിയിലുള്ള സബോഡി പാർക്ക് പോലെയാണ് ആർലോങ് അവന്റെ ആർലോങ് പാർക്ക് ഉണ്ടാക്കിയത്. എനിക്കത് കണ്ടപ്പോ ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ നാമിയോട് ഹാച്ചി, നാമി, നിന്നോട് അവൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ്. അവൻ ചെയ്തു കൂട്ടിയതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. അവൻ മനുഷ്യന്മാരെ ഒരുപാട് വെറുക്കുന്നുണ്ട്. 200 വർഷങ്ങൾക്ക് മുമ്പ് ഈ റ്യൂഗു കിങ്ഡം വേൾഡ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്നു. മനുഷ്യന്മാരും ഫിഷർമാൻസും തമ്മിലുള്ള സൗഹൃദം ഉണ്ടാക്കി. പക്ഷേ എന്നിട്ടും എല്ലാ മനുഷ്യരും ഞങ്ങളെ വെറുത്തു. അവരുടെ വെറുപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു മനുഷ്യരൊക്കെ ഫിഷർമാൻസിനെ വെറുക്കുന്നുണ്ട്. പൈററ്റ്സ് ആണെങ്കിൽ അവരെ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. കാരണം ഫിഷർമാൻസിനെ വിറ്റ ഒരുപാട് പൈസ കിട്ടുമല്ലോ. പണ്ട് ന്യൂ പൈററ്റ് എറ ആരംഭിച്ച അന്ന് മുതൽ ഇവിടേക്ക് ഒരുപാട് പൈററ്റ്സ് വന്ന് ആകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നു. അന്ന് ഫിഷ്മാൻ ഐലൻഡിലെ ജനങ്ങളുടെ സമാധാനം തന്നെ ഇല്ലാതായെന്ന് പറയാം. അത് കഴിഞ്ഞ് വൈറ്റ് ബീഡ് വന്ന് ഈ ഐലൻഡ് തന്റേതാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ സമാധാനം തിരിച്ചു കിട്ടിയത്. അതുവരെ അവിടെയുള്ള എല്ലാവരും ഭയന്നാണ് ജീവിച്ചിരുന്നത്. എല്ലാവർക്കും മനുഷ്യരെ പേടിയായിരുന്നു. വൈറ്റ് ബീഡ് എന്ന ഒറ്റ മനുഷ്യൻ കാരണം അവിടേക്ക് പിന്നെ ഒരു പൈററ്റിനും വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ധൈര്യം ഉണ്ടായില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും മനുഷ്യന്മാരും ഫിഷർമാൻസും തമ്മിലുള്ള പ്രശ്നം തീർന്നില്ല. എന്നാൽ അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി മനുഷ്യന്മാരുടെ ഇടയിൽ നല്ല ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ആകെ 2 പേരാണ്. അതാണ് ഷിറാഹോഷിയുടെ അമ്മ ക്വീൻ ഒട്ടോഹിമെ. അവരിവിടുത്തെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാനാണ് ശ്രമിച്ചത്.
എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് പോലെയല്ല പുറം ലോകം. ഇവിടെ നമ്മൾ കൂട്ടിലടച്ചിട്ട പക്ഷിയെ പോലെയാണെങ്കിൽ പുറത്ത് നമുക്ക് നീണ്ടു നിവർന്ന ആകാശം കാണാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ക്വീൻ ഒട്ടോഹിമയാണ്. അതുപോലെ രണ്ടാമത്തെ ആളാണ് ഫിഷർ ടൈഗർ, ഫിഷർമാൻ ഐലൻഡിലെ എല്ലാവരുടെയും ഹീറോ. അയാൾ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ അടുത്ത് നിന്ന് എല്ലാ അടിമകളെയും രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് അയാൾ സൺ പൈററ്റ്സ് എന്ന് പറയുന്ന ഒരു പൈററ്റ് ഗ്രൂപ്പ് തന്നെ ആരംഭിച്ചത്. അതിലാദ്യം ജീംബെ, ആർലോങ്, ഹാച്ചി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ജീംബെ സ്ട്രോ ഹാറ്റ്സിന് 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഫിഷർമാൻ ഐലൻഡിന്റെ പാസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്.